പൊറോട്ട മലയാളികളുടെ ഒരു വീക്ക്നെസ് ആണല്ലേ. അപ്പോൾ നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റോട് കൂടിയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. അതും കടയിൽ ഉണ്ടാക്കുന്ന അതേ രീതിയോട് കൂടിയിട്ട്. അതായത് കടയിൽ ഇപ്പോൾ വീശി അടിച്ചിട്ടല്ലേ പൊറോട്ട തയ്യാറാക്കുക, അതുപോലെ തന്നെയാണ് നമ്മളിവിടെ ചെയ്തെടുക്കുന്നത്. നല്ല സിമ്പിളാണ്. ഞാൻ അതിനുള്ളൊരു ടെക്നിക്ക് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നമുക്കൊട്ടും താമസിയാതെ വീഡിയോയിലേക്ക് പോകാം. ഈ റെസിപ്പിക്കായിട്ട് ഞാനിവിടെ 3 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ മുഴുവനായിട്ട് മൈദയിൽ തന്നെ ചെയ്യണം, എന്നാലാണ് നമുക്ക് നല്ല വൃത്തിയായിട്ട് വീശി അടിച്ചിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് അങ്ങ് വീശി അടിക്കാൻ പറ്റില്ല, അത് പൊട്ടിപ്പോരും. അപ്പോൾ മുഴുവനായിട്ട് മൈദ എടുത്തിട്ട് ചെയ്യണം. അപ്പോൾ 3 കപ്പ് മൈദ ഞാനിവിടെ എടുക്കുന്നുണ്ട്. മൈദ എടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യിന് പകരം നിങ്ങൾക്ക് ഓയിൽ ചേർത്താലും മതി. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഈ 3 കപ്പ് മൈദയിലേക്ക് 1.5 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ചിലപ്പോൾ നിങ്ങൾക്ക് 1.5 കപ്പ് മുഴുവനായിട്ട് ആവശ്യം വന്നെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കുറച്ചായിട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നിങ്ങൾ വെള്ളം ചേർത്ത് കൂടി പോവുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് പൊടി ഇട്ടിട്ട് ചപ്പാത്തി മാവൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ കുഴച്ചെടുത്താൽ മതി. മിനിമം ഒരു 15 മിനിറ്റെങ്കിലും നന്നായിട്ട് കുഴച്ചെടുക്കണം. നമ്മൾ എത്രത്തോളം കുഴക്കുന്നോ അതിനനുസരിച്ചിട്ടിരിക്കും നമ്മുടെ പൊറോട്ടൻ്റെ സോഫ്റ്റ്നെസ്. അപ്പോൾ ഇത് ഒരു 15 മിനിറ്റ് കുഴച്ചെടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അത് ഒഴിച്ചതിന് ശേഷം വീണ്ടും ഒരു 10 മിനിറ്റ് കൂടി കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ മാവ് ഇവിടെ നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം മിനിമം ഒരു 15 മിനിറ്റെങ്കിലും നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ വളരെ നന്നായിരിക്കും നമ്മുടെ പൊറോട്ട. ഇത് കുഴച്ചെടുത്ത ഉടനെ തന്നെ നമ്മളിത് പരത്തിയെടുക്കരുത്. മിനിമം ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ബൗളിൽ നിന്ന് എടുത്തതിന് ശേഷം വീണ്ടും ഒരു 5 മിനിറ്റ് കൂടി ഒന്ന് കുഴച്ചെടുക്കണം. കൗണ്ടർ ടോപ്പിൽ ഒരല്പം പൊടി ഇട്ടതിന് ശേഷം ഒന്ന് കുഴച്ചെടുക്കാം. നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിത് ഉരുളകളാക്കി മാറ്റാം. അപ്പോൾ ഈ 3 കപ്പ് അളവിൽ നമുക്ക് 8 പൊറോട്ട ഉണ്ടാക്കാനുള്ള മാവാണ് നമുക്ക് കിട്ടുന്നത്. എന്നിട്ട് നമുക്കിതിൻ്റെ മുകളിൽ ഒരല്പം ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. ഇത് ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഓരോ ഉരുളകളായിട്ട് എടുത്തിട്ട് നമുക്ക് കൈ വെച്ചിട്ട് തന്നെ പരത്തിയെടുക്കാം. കൈ വെച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു റോളർ യൂസ് ചെയ്തിട്ട് പരത്തിയെടുക്കാം. അപ്പോൾ പരത്തിയെടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒരല്പം ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് ഇങ്ങനെ പരത്തിയെടുക്കാം. റോളർ വെച്ചിട്ട് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കൈകൊണ്ട് ആകുന്നില്ലെങ്കിൽ റോളർ വെച്ചിട്ട് പരത്തിയെടുത്താൽ മതി. കുറച്ച് ഓയിൽ ഇതിൻ്റെ മുകളിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കൈ വെച്ചിട്ട് ഇതുപോലെ അങ്ങ് പരത്തിയെടുക്കുക. ഇനി നമുക്ക് ഈ മാവ് വീശി അടിക്കാൻ തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ഇടത് കൈ ഇതുപോലെ അതിൻ്റെ 4 വിരലിന് മുകളിൽ ഇതുപോലെ വെക്കുക. മറ്റേ കൈ ഇതുപോലെയും പിടിക്കുക. എന്നിട്ട് നമ്മളിതാ ഇതുപോലെ അങ്ങ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്ക് നല്ല വൃത്തിയിൽ അങ്ങ് കിട്ടും. അപ്പോൾ ഇതുപോലെ ആ കൈയിൻ്റെ പൊസിഷൻ അങ്ങനെ തന്നെ വെച്ചിട്ട് നമ്മുടെ ഈ പത്തിരിയുടെ ചുറ്റും ഇങ്ങ് റൊട്ടേറ്റ് ചെയ്ത് വന്നാൽ മതി. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഈ മാവ് വീശി അടിക്കാനായിട്ട് പറ്റും. ആദ്യം നമ്മളിത് ഫസ്റ്റ് ടൈം ചെയ്തെടുക്കുമ്പോൾ ഒരുപക്ഷെ നമുക്കിത് ശരിയായി കിട്ടില്ല. പിന്നെ 2-3 തവണയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ ഈ ഒരു പരിവായിൽ നമുക്കിത് ചുരുട്ടി കൊണ്ടുവരാം. അപ്പോൾ ഈ ടൈമിൽ അതിൻ്റെ മുകളിലേക്ക് ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്താൽ നന്നായിരിക്കും. അപ്പോൾ നമുക്ക് നല്ല ലെയറായിട്ട് തന്നെ കിട്ടും. ഓയിൽ ഒഴിച്ചു കൊടുത്തില്ലെങ്കിലും ലെയറായിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ അങ്ങ് ഉള്ളിലേക്ക് മടക്കി വെച്ച് കൊടുക്കുക. അപ്പോൾ കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും അങ്ങ് ചെയ്തെടുക്കണം. ഇപ്പം എൻ്റെതും നല്ല പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് ഈ മാവ് വീശിയടിക്കാൻ പറ്റിയെന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. പക്ഷേ ഈ രീതിയിൽ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്ന അതേ പൊറോട്ടൻ്റെ സെയിം രീതിയിൽ നമുക്ക് കിട്ടും. അതായത് നല്ല ലെയറായിട്ട് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും. പിന്നെ കടയിൽ നിന്ന് നമ്മൾ കഴിക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും നമ്മൾ ഉണ്ടാക്കുന്നതാവും നല്ലത്. അപ്പോൾ എല്ലാവരോടും സോറി, ഇതിൻ്റെ ക്യാമറ കംപ്ലീറ്റ് ആയിട്ട് ഫോക്കസ് പോയിട്ടുണ്ട്. ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ ഈ മാവ് വീശി അടിച്ചാൽ മതി. നമ്മൾ കൈ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് പോയാൽ മതി. അപ്പോൾ നമുക്ക് വൃത്തിയായിട്ട് ഈ മാവ് വീശി അടിക്കാൻ പറ്റും. ഇനി കാണിക്കുന്നത് നമ്മൾ അതേപോലെ മാവ് വീശി അടിച്ചതിന് ശേഷം അത് നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട്
ചെറിയ പൊറോട്ടയാക്കി മാറ്റും. അതായത് കോയിൻ പൊറോട്ട എന്നൊക്കെ നമ്മൾ പറയില്ല, അതുപോലെ ചെറിയ പൊറോട്ടയും നമുക്ക് ഉണ്ടാക്കാം. ഈ വീശി അടിച്ചതിന് ശേഷം അത് നമ്മളൊന്ന് കട്ട് ചെയ്തിട്ട് ബാക്കി ഭാഗം ചുരുട്ടിയെടുത്താൽ മതി. ഇതുപോലെ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് കുഞ്ഞു പൊറോട്ട ആയിട്ടും കിട്ടും. ഇതുപോലെ മാവെല്ലാം ചുരുട്ടിയെടുത്തതിന് ശേഷം നമുക്ക് ഇത് ചുട്ടെടുക്കണം. അപ്പോൾ ചുട്ടെടുക്കുമ്പോൾ ഇതുപോലുള്ളൊരു പ്ലേറ്റിൽ നമ്മൾ റെഡിയാക്കി വെച്ച ആ മാവ് എടുത്ത് ഇതുപോലെ കൈകൊണ്ടൊന്ന് പരത്തിയെടുക്കുക. എന്നിട്ട് ഉടനെ തന്നെ ചുട്ടെടുക്കുക. അപ്പോൾ നമ്മൾ ചുട്ടെടുക്കുമ്പോൾ തന്നെ ഇത് അങ്ങനെ പെട്ടെന്ന് ചെയ്തെടുത്താൽ മതി. ആദ്യമേ ഇത് റെഡിയാക്കി വെക്കണമെന്ന് നിർബന്ധമില്ല. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ ഒരു അയൺ തവ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അത് ചൂടായതിന് ശേഷം അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഓരോ പൊറോട്ട വീതം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ പൊറോട്ട നല്ല ലെയറായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കി എല്ലാ പൊറോട്ടയും ചുട്ടെടുക്കണം. ചുട്ടെടുത്തതിന് ശേഷം നമ്മളിത് ചൂടോടെ തന്നെ അതിൻ്റെ 2 സൈഡും ഒന്ന് കൈ വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചു കൊടുക്കണം. അപ്പോഴാണ് നമുക്ക് പൊറോട്ട ഇങ്ങനെ ലെയറായിട്ട് കിട്ടുള്ളൂ. ആ കാര്യം മറന്നു പോകരുത്. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ള എല്ലാ പൊറോട്ടയും നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ കൈ കൊണ്ട് ഇതുപോലെ അങ്ങ് ചെയ്തെടുത്താൽ, അതിൻ്റെ സൈഡൊക്കെ ഒന്ന് അടിച്ചെടുത്താൽ നമുക്ക് ഇതുപോലെ നല്ല ലെയറായിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ പൊറോട്ട ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്ക് നമ്മുടെ കോയിൻ പൊറോട്ട കൂടി ചുട്ടെടുക്കാം. ഇതും അതുപോലെ നമ്മളിതിൻ്റെ സൈഡൊക്കെ കൈ വെച്ചിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേരള പൊറോട്ട തയ്യാറാക്കിയെടുക്കാനായിട്ട്. കടയിൽ നിന്ന് ചെയ്തെടുക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റോട് കൂടിയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും എന്തുകൊണ്ടും നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്